സിസ്റ്റത്തിലെ പ്രശ്നം നിലനിൽക്കുന്നു. അത് ഈ മാറി മാറി വരുന്ന ആരോഗ്യമന്ത്രിമാർക്ക് ആ പ്രശ്നം എത്ര കണ്ട് പരിഹരിക്കാനാവും എന്നുള്ളതാണ്. കാരണം ഈ സംവിധാനം ഈ രീതിയിലേക്ക് ജനകീയമായി മാറിയത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പഴയ പോലെയുള്ള സർക്കാർ ആശുപത്രികളല്ല ഇപ്പോഴുള്ളത്. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള വലിയ ശസ്ത്രക്രിയകൾക്ക് പോലും ആളുകൾ ഇപ്പോൾ ആരോഗ്യ രംഗത്ത് ഇതുപോലെ ഈ ജനറൽ ആശുപത്രികളെയും ഗവൺമെൻറ് ആശുപത്രികളെയൊക്കെ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സംവിധാനത്തിന് വലിയ മാറ്റങ്ങൾ, ഒരു ജനകീയ മുഖം കൈവന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വന്നതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിനു മുമ്പ് നമ്മളുടെ നാടുകളിൽ പോലെ, ഇപ്പം ഞാനൊക്കെ ഒരു ഉൾനാടൻ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ നമ്മളൊക്കെ ഒരു സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുകയല്ലാതെ അവിടെയൊക്കെയുള്ള ഇതുപോലുള്ള സർക്കാർ ആശുപത്രിയിൽ മൂക്ക് പൊത്താതെ അങ്ങോട്ട് പോകാൻ പോലും പറ്റൂലായിരുന്നു. കാരണം അതുമാത്രമല്ല, പിന്നെ മരുന്നുകളില്ല. അതായത് നമ്മൾ ഏത് ചികിത്സയ്ക്കാണോ പോകുന്നത് ആ സ്ഥലത്ത് മരുന്നുകൾ ഉണ്ടാവില്ല. പിന്നെ അതിന് സ്പെഷ്യലായ ഡോക്ടർമാർ അവിടെ ഉണ്ടാവണമെന്നില്ല. പൊതുവായുള്ള ഒരു മരുന്ന് കുറിച്ച് കഴിഞ്ഞാൽ തന്നെ ആ മരുന്ന് ആശുപത്രിയിൽ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും പുറത്തു നിന്നായിരുന്നു വാങ്ങിക്കേണ്ടി വന്നിരുന്നത്. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും തരത്തിലൊരു അഡ്മിറ്റ് കേസോ മറ്റോ വന്നിരുന്നെങ്കിൽ ആശുപത്രിയിൽ ഒരു ഘട്ടത്തിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് പ്രായക്കുറവുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം താറുമാറാക്കപ്പെട്ട ഒരു വകുപ്പ് എന്നുള്ളത് ആരോഗ്യവകുപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം അതിനുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണുള്ളത്. പിന്നെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ഒരു സംവിധാനത്തെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ആ വൃത്തി പെട്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണിൽ തെളിയുകയും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവിടെ ഒരു ഡ്രാസ്റ്റിക്കായ ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ സ്വകാര്യ ആശുപത്രികളുടെ കിടപിടിക്കും വിധം നമ്മുടെ ഇടയിലേക്ക് സർക്കാർ ആശുപത്രികൾ അത്രയും അധികം സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പലരും രണ്ട് സ്ത്രീകളായിരുന്നു. ഒന്ന് കെ ശൈലജ ടീച്ചറും മറ്റൊന്ന് വീണ ജോർജും, രണ്ടുപേരുമായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അതിന് ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി തന്നെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അത് കണ്ടു തന്നെയും അനുഭവിച്ചു തന്നെയും അറിയുന്നത് തന്നെയാണ്. അത് പിന്നീട് അതിനുശേഷം നാട് മാറി കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇത് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇത് നീതി ആയോഗിൻ്റെ ആരോഗ്യ ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സിൽ നമ്മൾ ഒന്നാമത് വയ്ക്കുന്നു. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മൾ മാറുന്നു. നമുക്കതിനുള്ള അവാർഡുകൾ ലഭിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുന്നു. ക്യാൻസർ സെൻ്ററുകൾ ഉണ്ടായി വരുന്നു. മറ്റൊന്ന്, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ, അത് അമേരിക്കയേക്കാൾ അത്രയും അധികം കുറഞ്ഞ നിലയിൽ വരുന്നു. മാതൃമരണ നിരക്ക് കുറഞ്ഞു എന്ന് വേണ്ട, ഇവിടെ ഈ സംവിധാനത്തെ ഇങ്ങനെ ജനകീയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശുപത്രികളിൽ ആളുകൾ കയറി തുടങ്ങുന്നത്. പിന്നെ ഈ സ്പെഷ്യൽ ചികിത്സകളും അത്രയും അധികം ഡോക്ടർമാരും അടക്കം ഇങ്ങോട്ട് വരുന്നതും തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നത്. ഇതിനൊട്ടും കുറച്ച് കാണുകയല്ല. പക്ഷേ ഇത്രയും വലിയൊരു സംവിധാനത്തെ ഈ നിലയ്ക്കാക്കി ആളുകൾ കയറി തുടങ്ങിയപ്പോൾ ഇതിനുള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പറയുന്നത് പോലെ ഡോക്ടർമാരുടെ ആയിക്കോട്ടെ, നഴ്സുമാരുടെ ആയിക്കോട്ടെ, ആതുര സേവനം എന്നുള്ളത് ചില ഘട്ടങ്ങളിലെങ്കിലും ഇവിടെ ഉള്ളവർ മറന്നു പോകുന്നുണ്ടോ? ചിലപ്പോൾ ഈ ആളുകളുടെ ആധിക്യം കൊണ്ടാവാം, ചിലപ്പോൾ എല്ലായിടത്തും എത്തുന്നുണ്ടാവില്ല. എങ്കിൽ പോലും ഒരാൾ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ നഴ്സായിട്ടോ ഒക്കെ ജോലി തുടങ്ങുമ്പോൾ അവർ ഏറ്റവും പ്രാഥമികമായി അവരുടെ മനസ്സിൽ കാണേണ്ടതും കൊടുക്കേണ്ടതുമായ ആതുരെന്ന് പറഞ്ഞാൽ ആ രോഗിയെ സേവനം, അവരെ മറ്റ് നിസ്വാർത്ഥമായി പണമൊന്നുമില്ലാതെ അവരെ സേവിക്കുക എന്നുള്ളൊരു കാര്യം ചില ഘട്ടങ്ങളിൽ അവർക്ക് മറന്നുകൊണ്ട്